الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ബഹുവന്യരായ നേതാക്കളെ, മറ്റു SSFന്റെയും SBS-ന്റെയും കർമ്മോത്സുകരായ പ്രവർത്തകരെ, നാട്ടുകാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആദർശാനുയായികൾക്ക് ഈ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 1000 വിപ്ലവാഭിവാദ്യങ്ങൾ. നമുക്കറിയാം, SSF താമാളൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവ് 2008-ന്റെ പ്രൗഢോജ്ജലമായ രംഗങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ എനിക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം മാധ്യമ ഇടപെടലുകളുടെ കേരളീയ പരിസരം എന്നുള്ളതാണ്. വളരെയധികം ഗഹനമായ ഈ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കുമ്പോൾ, നമുക്കതിന്റെ ആയങ്ങളിലേക്ക് കടന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ നമ്മുടെ കേരളത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. പത്രമാധ്യമങ്ങളെ കുറിച്ച് അറിയപ്പെടുന്നത് ഒരു മാധ്യമമാണ് യഥാർത്ഥത്തിൽ പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് മാധ്യമ ഇടപെടലുകൾ കേരളത്തിന്റെ പരിസരങ്ങളിലൂടെ നാം കടന്നു നോക്കുമ്പോൾ അതിനെത്രത്തോളം വിലയുണ്ട്, അതിനെത്രത്തോളം കേരളീയ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നത് നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു വിഭാഗത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, നമുക്കറിയാം, വിഷ്വൽ മീഡിയകൾ നമ്മുടെ സമൂഹത്തെ വളരെയധികം ഗ്രഹിച്ചു എന്ന് പറയുമ്പോഴും ഇന്നും എല്ലാ സംഘടനകളും അതിന്റെ പത്രങ്ങളുടെ എഡിഷനുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകൾക്ക് കേരളത്തിൽ ഇനിയും സ്വാധീനം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നാം ഒരു വാർത്ത എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടുത്തെ സിവിലിയന്മാർ 40ഓ 50ഓ എന്നുള്ള സിവിലിയന്മാർ, 2 അമേരിക്കൻ സൈനികർ ആക്രമിക്കപ്പെട്ടു എന്ന പാവപ്പെട്ട സമൂഹത്തിന്റെ വാർത്തകൾ ഒരു കാലത്ത് കേരളീയ സമൂഹത്തിന് മുന്നിൽ പത്രമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട സമൂഹത്തിന്റെ വാർത്തകളാണ്, അല്ലെങ്കിൽ അവരുടെ വ്യസനങ്ങളും വ്യഥകളുമാണെങ്കിൽ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ അവർ നെട്ടോട്ടം ഓടുന്നത്, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് പണക്കാരന്റെയും അതുപോലെ തന്നെ പേജുകൾ, ഇന്ന് സ്പോർട്സിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരന്റെ ചപ്പു ചവറുകളും മാത്രമാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. സ്പോർട്സിന് പേജ്, അര പേജ് പോലും കൊടുക്കാത്ത പത്രമാധ്യമങ്ങൾ ഇന്ന് 2ഉം 3ഉം കളർ പേജുകൾ സ്പോർട്സിന് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ പാവപ്പെട്ട നല്ല കേരളീയ ചിന്തകളെ സ്പോർട്സിലൂടെയും മറ്റു നമുക്ക് ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നമ്മുടെ ചിന്ത ധാർമ്മികമായ രംഗങ്ങളിൽ നിന്നും നമ്മുടെ ചിന്തയെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് കേരളത്തിന്റെ സമൂഹത്തിൽ ഇന്ന് പല മാറ്റങ്ങളും സംഭവിച്ചു, സാംസ്കാരികമായ പല ജീർണതകളും സംഭവിച്ചു എന്ന് സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന പ്രമേയം നാം ചർച്ച ചെയ്തപ്പോൾ ചർച്ച ചെയ്തതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ തന്നെയാണ്. ഇത്തരം മറ്റു ചർച്ചകൾ എടുത്തിട്ടുകൊണ്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ നാം വിചാരിക്കും ഈ അൽ ജസീറ എന്ന് പറയുന്നത് അമേരിക്കക്കെതിരെയുള്ള ഒരു വാർത്താ ചാനലാണെന്ന്. യഥാർത്ഥത്തിൽ അതിന്റെ ഉള്ളുകളിലേക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തെ അമേരിക്ക മുസ്ലിംകളെ കൊണ്ട് തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അൽ ജസീറ ചാനലിലൂടെ അവർ നടത്തുന്നത്. എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളായി ഉസാമ ബിൻ ലാദനെ ഇത്രയും വലിയ ലോക പോലീസ് സമയം അമേരിക്കക്ക് പിടിച്ചുകൂടാ? മാധ്യമമല്ല, അമേരിക്കക്ക് ഉസാമ ബിൻ ലാദനെ കരുവാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിനുള്ളിൽ പ്രദർശിപ്പിക്കാൻ മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റി ഉള്ള ഒരു മാധ്യമം വേണം. അതിനാണ് അൽ ജസീറ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ഇവിടത്തെ സമൂഹത്തിന് യാതൊരു ചാഞ്ചല്യവുമില്ലായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പരിസരങ്ങളിലൂടെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ സദ്ദാം ഹുസൈന്റെയും മറ്റും ബോർഡുകൾ മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ സംഘടനകൾ. അതിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല മാധ്യമ സംസ്കാരം വളർത്തിയെടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് SSFന്റെ ധാർമ്മിക വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അണികളായ നാം ഇത്തരം രംഗങ്ങളിലേക്ക് കൂടി ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.